ഇങ്ങനെ ദുബായിത്തെ തെരുവീതികളുടെ വൈകുന്നേര സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഓർമ്മ വരാറ് എന്താണെന്നറിയോ? കുറെ അനുഭവങ്ങളാണ്, കുറെ ഓർമ്മകളാണ്, കുറെ അനുഭവങ്ങളാണ്, കുറെ പാഠങ്ങളാട്ടോ. ജീവിതത്തിൽ പറ്റിപ്പോയ അമളികളാണ്, ജീവിതത്തിൽ നേടിയെടുത്ത കുറെ സൗഭാഗ്യങ്ങളാണ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ക്യാമറ എടുത്ത ആൾ പറയാം വയസ്സ് പറയരുതെന്ന്. വയസ്സ് പറയേണ്ടത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. ഈ ആരോഗ്യവും ഈ ഒരു സാമർത്ഥ്യവും ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ പറയേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടെ, ജീവിതത്തിൽ മനുഷ്യന് ഞാൻ അനുസരിക്കൂല എന്നാ പറയാം. കാരണം എന്താ അറിയോ? സ്വാർത്ഥമായ ചിന്താഗതിയാണ് എനിക്ക്. സ്വാർത്ഥമായ ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥമായിട്ട് എന്തെങ്കിലും കെട്ടിപ്പടുക്കണം അല്ലെങ്കിൽ പിടിക്കണം എന്നല്ല കേട്ടോ. ഞാൻ തീരുമാനിച്ചത് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതിനിപ്പോൾ ഏതൊരുത്തം വന്നുകാണ്ടും അല്ലെങ്കിൽ ഏതൊരുത്തി വന്നുകാണ്ടും എന്നോട് പറയാണ് അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറയുന്ന പോലെ ജീവിക്കണം, ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യോ? അതെന്തോന്നറിയില്ല, എൻ്റെ ആത്മാഭിമാനം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കൂല. അവിടെ ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടത് തെറ്റാണ് ഈ കാര്യം, തെറ്റല്ലെങ്കിൽ പരാജയം ഉണ്ടാവും, പൊട്ടിപ്പാളീസായിട്ടുണ്ടാവും. അനുഭവമാണേ. ഞാൻ ചെയ്യേണ്ട കുറെ, ഞാൻ എടുക്കേണ്ട തീരുമാനത്തിന്റെ പുറത്ത് ഞാൻ കുറെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസാ, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിന്റെ വരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പൗലോ കോയിലോ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നിൽക്കും നിങ്ങളെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിശ്വാസമുള്ളവൻ തന്നെയാണ്. അപ്പോൾ നല്ല ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ തെറ്റാണെങ്കിലും ഞാനത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ഓരോ പ്രാവശ്യവും അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ പറ്റുന്ന സമയത്തിന്റെ കൂടെ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്നവർ പറയും ഇജ്ജ് എത്ര കിട്ടിയാലും പഠിക്കൂല, ഇജ്ജ് എത്ര കിട്ടിയാലും ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം. എനിക്ക് ആ സമയത്ത് തോന്നും ശരിയാണല്ലോ, അവർ പറയുന്നത് കറക്റ്റ് ആണല്ലോ, എൻ്റെ അടുത്ത് എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. പക്ഷെ ഒന്നും പറ്റണ്ടല്ല. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ മനസ്സിരുത്തിയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു സാമർത്ഥ്യത്തെ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയെ എനിക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ആ ചെയ്യുന്ന എൻ്റെ മാത്രം യുക്തിയാണ്. മറ്റുള്ളവൻ പറയുന്നതിന്റെ പുറത്ത് ജീവിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ വിജയമാവില്ല. അത് അവൻ പറഞ്ഞതിന്റെ പുറത്തുള്ള വിജയമല്ലേ, അത് അവന്റെ വിജയമല്ലേ. എന്നോട് ഒരുത്തം പറയാണ് വലത്തെ ഭാഗത്തേക്ക് നടക്കുന്നു പറഞ്ഞാൽ ആ വലത്തെ ഭാഗത്തേക്ക് ഞാൻ നടന്നതിന് ശേഷം ആ ലക്ഷ്യത്തിലോട്ട് ഞാൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ആള് പറഞ്ഞതിന്റെ പുറത്തുള്ള ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ആ ആള് പറഞ്ഞതിന്റെ പുറത്തുള്ള വഴിയാണ്. അതേസമയം ഒരുത്തൻ വലത്തോട്ട് പോകാൻ പറഞ്ഞിട്ട് ഞാനെങ്ങാനും ഇടത്തോട്ട് പോയിട്ട് എന്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്റെ മാത്രം വിജയ. ആ വിജയത്തെ കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ ആ വിജയത്തെ അഹങ്കരിക്കാൻ വേണ്ടിയിട്ട് വേറൊരുത്തം വരില്ല, ഞാൻ തന്നെ അഹങ്കരിക്കുള്ളൂ. APJ അബ്ദുൽ കലാം പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ ഉറക്കം കെട്ടുന്ന സ്വപ്നങ്ങളെ ഫോളോ ചെയ്യേണ്ടത്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എന്നെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് നേടേണ്ടി വരെ, നേടിയെടുക്കേണ്ടതിന് വരെ ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രയത്നം അത് എൻ്റെ മാത്രം പ്രയത്നമാണ്.